നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റായിട്ടൊന്ന് വന്നിട്ടുണ്ട്. പൊറോട്ടയുടെ മേലെ അശ്വമേധം. ഇതിനു മുമ്പ് ബീഫിൻ്റെ കാര്യമായിരുന്നു. ബീഫ് തിന്നാൻ പാടില്ല, അങ്ങനെ അതിൻ്റെ പേരിൽ ഒരുപാട് അടി, തല്ല്, വെട്ട്, കുത്ത്, കൊലപാതകം എല്ലാം നടന്നിവിടെ ബീഫിൻ്റെ പേരിൽ. ഇനിയിപ്പോൾ പൊറോട്ട, ഇനി അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ വരികയെന്നറിയില്ല. ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ട് ഇവിടെ, എനിക്ക് എന്തൊക്കെയോ വരികയെന്നറിയില്ല. പൊറോട്ടയുടെ മേലെ GST ചുമത്തിയിരിക്കുകയാണ് 18%. ഇതിനെക്കുറിച്ചുള്ള വാർത്തയുടെ അടിയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് കമൻറ്റ്. അത് തമാശയായിട്ടുള്ളൊരു കമൻ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യനായിരിക്കുക പറഞ്ഞിട്ടുണ്ടായിരിക്കുക, പൊറോട്ട ഇല്ലെങ്കിൽ ബീഫ് തിന്നാൻ എൻ്റെ പട്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുൻപ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ബീഫില്ലെങ്കിൽ പൊറോട്ട തിന്നാൻ എൻ്റെ പട്ടി വരുമെന്ന്. ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൽ ചില ഗൂഢമായിട്ടുള്ള ഉദ്ദേശ്യങ്ങളുണ്ട്. ഇതൊരു അശ്വമേധമാണ് വാസ്തവത്തിൽ. എന്താണ് വാസ്തവത്തിൽ അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സൂചകങ്ങൾ അവര് എരയിട്ട് മീൻ പിടിക്കുന്ന പോലെ ചില സൂചകങ്ങൾ ഇങ്ങനെ വലിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിൽ കയറി കൊളത്തിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചെടുക്കും. ഒരു കുതിരയെ അലങ്കരിച്ച് രാജാവിൻ്റെ മുദ്രകളൊക്കെ ചാർത്തി അഴിച്ചുവിടും. ഈ കുതിര ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകും. ആ കുതിരയുടെ പുറകിൽ സൈന്യം ഉണ്ടായിരിക്കും. ആ കുതിരകൾ ഏതെങ്കിലും രാജ്യത്തിൽ കയറി കഴിഞ്ഞാൽ അതിനാരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുതിരയെ തടഞ്ഞു എന്നല്ല, ആ കുതിരയുടെ അധിപതിയെയും അദ്ദേഹത്തിൻ്റെ അധീശത്വത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് അവിടെ വരുന്നത്. പിന്നെ യുദ്ധമായി, യുദ്ധത്തിൽ ജയിക്കണം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു അശ്വമേധം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അശ്വം പോകുന്ന സമയത്ത് അതാരും തടയാൻ ധൈര്യപ്പെട്ടില്ല. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ രാജ്യങ്ങളും അയൽ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അധീശത്വത്തിന് കീഴിൽ വന്നു. അതിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അവർക്ക് സാമന്ത രാജാക്കന്മാരായി കപ്പം കൊടുക്കണം. പക്ഷേ ലവകുശന്മാർ തടഞ്ഞു. ഇങ്ങനെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ചെയ്യുന്നത്, ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഇവിടെ പൊറോട്ടയുടെ മേലെ GST, അതായത് നിയന്ത്രണം. മറ്റുള്ളതിനേക്കും 6, 7, 8% ബട്ടൂറയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ഇതിനൊക്കെ പാക്കറ്റുകളിൽ. ഇതിന് 18%, ഇരട്ടികൾ കൂടുതലാണ്. ഇതിൻ്റെ പുറകിലുള്ള കൂടെ ഉദ്ദേശ്യം ഇതൊരു അശ്വമേധ പ്രക്രിയയാണ്. ബീഫ്, പൊറോട്ട എന്നിവയിലൂടെ നിങ്ങൾ പൊറോട്ട പോലെ കഴിക്കാൻ പാടില്ല. കഴിക്കണമെങ്കിൽ ചില നിബന്ധനകൾ, അതിന് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത കാര്യത്തിന് എളുപ്പമായി എന്ന് സാരം. ഒന്ന് തല കുനിഞ്ഞു കഴിഞ്ഞാൽ, അതോ ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി കയറാമല്ലോ. ഇതാണ് ബീഫിൻ്റെ പ്രശ്നത്തിലുണ്ടായത്. ബീഫിൻ്റെ പ്രശ്നത്തിൽ വലിയ രീതിയിൽ പ്രതികരണങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ പൊറോട്ടയുടെ കാര്യം. ഇത് മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിനു മുൻപ് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, ഉത്സവാഘോഷങ്ങളിൽ, വിശ്വാസം എന്നിവയിലൂടെയും ഇതേ തരത്തിലുള്ള അശ്വമേധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ വരുതിയിൽ നിർത്താൻ ഉത്തരേന്ത്യൻ ലോബി, സംഘപരിവാർ ലോബി, ഹിന്ദുത്വവാദി ലോബിയുടെ അവരുടെ അധീശത്വത്തിന് കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബീഫിലൂടെയും പൊറോട്ടയിലൂടെയും ആചാരത്തിലൂടെയും അനുഷ്ഠാനങ്ങളുടെയും ഉത്സവ ആഘോഷങ്ങളിലൂടെയൊക്കെ അവർ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് പാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അതല്ല പ്രശ്നം. അല്ലെങ്കിൽ പൊറോട്ട, അതിന് നമുക്ക് കഴിക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ചാർജ്
അതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കില്ല. ബീഫ് കഴിക്കുകയോ പൊറോട്ട കഴിക്കുകയോ അതല്ല അവിടുത്തെ പ്രശ്നം. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബീഫ് കഴിക്കരുത്, നിങ്ങൾ പൊറോട്ട കഴിക്കരുത്, ശരി അങ്ങനെ ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ കീഴടങ്ങി എന്നാണ് അർത്ഥം. ആ കുതിരയ്ക്ക് പിന്നെ മുന്നോട്ട് പോകാം, ആ അശ്വത്തിന് പിന്നെ മുന്നോട്ട് പോകാം. ഇത് അംഗീകരിക്കുന്നവരോടെ വിധേയന്മാരായി, സാമന്തന്മാരായി അവിടെ തലകുനിച്ചു കഴിഞ്ഞു. ഇനി അത് അംഗീകരിച്ചില്ലെങ്കിലോ പുറകിൽ സൈന്യം വരുന്നു. അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ടുള്ള നിരോധനങ്ങൾ വേറെ വരികയാണ്. അതിന് വിളംബരങ്ങളായി, പുതിയ വിളംബരങ്ങളായി. പിടിച്ചടക്കിയ രാജ്യം ഇതാ സാമന്ത രാജ്യമായി കഴിഞ്ഞു, ഞങ്ങൾ അധീശത്വത്തിന് കീഴിലായി കഴിഞ്ഞു. അതിനുണ്ട് കപ്പം കൊടുക്കണം. കപ്പം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണം. ഇതന്നെ കപ്പം കൊടുക്കല്. ബീഫ് പ്രശ്നം വലിയ പ്രശ്നമാക്കി മാറ്റി. അതുകൊണ്ട് അവരുടെ പത്തി കുറച്ചൊക്കെ മടക്കേണ്ടി വന്നു. ഭാഷാ പ്രശ്നം വന്നു. പിന്നെ അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും ഒരു ഭാഷ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ സുഖമല്ലേ? ഇത് ഒരു 50 കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പുതിയ ഭാഷ, അതൊരു ബുദ്ധിമുട്ടല്ലേ? ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും തമിഴ് പഠിക്കണം എന്നല്ല പറഞ്ഞത്. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും മലയാളം പഠിക്കണം എന്നല്ല പറഞ്ഞത്. അതിൽ നിങ്ങൾ ബംഗാളിയോ അതല്ലെങ്കിൽ നിങ്ങൾ തെലുങ്കോ പഠിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഉത്തരേന്ത്യൻ ഭാഷ പഠിച്ചോളണം, ഹിന്ദി പഠിച്ചോളണം. പക്ഷേ ഹിന്ദിയിൽ നിന്ന് സംസാരിക്കുന്നതിൽ ഹി എന്ന് പറയുമ്പോഴേക്കും വായ അവർ പ്ലാസ്റ്റർ ചൊട്ടിക്കും തമിഴ്നാട്ടുകാർ. അവിടെയൊന്നും ഈ കളി നടക്കില്ല. ദക്ഷിണേന്ത്യയിൽ ഹിന്ദി പ്രചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രചാര സഭകളും കുറേ ലക്ഷങ്ങളും ചെലവഴിക്കുന്നു എന്നല്ലാതെ ഇന്ന് വരെ ഹിന്ദി പ്രചാരമൊന്നും ഇവിടെ നടന്നിട്ടില്ല, നടക്കാനും പോകുന്നില്ല. കാരണം ഇവർക്ക് ഇവിടെ അതിൻ്റെ തനതായിട്ടുള്ള ഭാഷാശൈലി, തനതായിട്ടുള്ള ഭാഷയും അതുണ്ട്, അതിൽ സ്നേഹിക്കുന്നുമുണ്ട്. വെറും ഒരു ഭാഷ എന്നുള്ള രീതിയിലല്ല, അതൊരു സംസ്കാരമാണ്. അത് തമിഴിനെ സംബന്ധിച്ചിടത്തോളം തമിഴ് അദ്ദേഹത്തിന് ജന്മജമായിട്ടുള്ള ഒരു അവകാശമാണ് അദ്ദേഹത്തിൻ്റെ. എവിടെ പോയി കഴിഞ്ഞാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും അയാളുടെ രീതികൾ ഇത് തന്നെയാണ്. മഹാരാഷ്ട്രക്കാർ മറാഠി, ബംഗാളിൽ പോയാൽ ബംഗാളി, അവരെ സംബന്ധിച്ചിടത്തോളം ബംഗാളിയാണ് ലോകോത്തര ഭാഷ, മലയാളിക്ക് മലയാളമാണ്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേലൊരു അശ്വമേധം നടത്താൻ വേണ്ടി ശ്രമിച്ചു, അത് സാധിച്ചില്ല. ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ കഴിയില്ല. കഴിയുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടിച്ചമർത്തിക്കൊണ്ട് അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, പ്രഷറൈസ് ചെയ്യും, അത്രമാത്രം തന്നെ. അപ്പോൾ ഇവിടെ ഈ പൊറോട്ടയുടെ പ്രശ്നം, പൊറോട്ട ആദ്യം ഉണ്ടായത് തമിഴ്നാട്ടിലാണ്, പിന്നെ അത് സംക്രമിച്ചത് കേരളത്തിൽ വന്നു, കർണാടകത്തിൽ വന്നു, ആന്ധ്രാപ്രദേശിലൊക്കെയും വന്നു. പൊറോട്ട സൗത്ത് ഇന്ത്യൻസിൻ്റെ വാസ്തവത്തിൽ ആഹാരത്തിൻ്റെ ഒരു വലിയൊരു മുദ്രയായി മാറി. പ്രത്യേകിച്ചും വർക്കിംഗ് ക്ലാസ്സിൻ്റെ, അധ്വാനിക്കാൻ പോകുന്ന ആളുകൾക്ക്. അവർക്ക് 10 ദോശയ്ക്ക് തുല്യമാണ് ഒരു പൊറോട്ട. നമ്മൾ പറയാറില്ലേ, 1000 കക്കയ്ക്ക് ഒരു മെസ്സി എന്നൊക്കെ പറയുന്ന പോലെ 1000 ദോശയ്ക്ക് തുല്യമാണ് ഒരു പൊറോട്ട എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ എന്തൊരു ക്രൈറ്റീരിയ വെച്ചാണ്, എന്തൊരു മാനദണ്ഡം വെച്ചിട്ടാണ് ഈ പൊറോട്ടയെ മാത്രം മാറ്റി നിർത്തിയിട്ട് അതിന് 18% ആക്കി മാറ്റിയതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യ ഉദ്ദേശമൊന്നുമില്ല. ഇത്രമാത്രം ഉദ്ദേശമുള്ളൂ, സൗത്ത് ഇന്ത്യൻ സംസ്കാരത്തെ മാറ്റിയെടുക്കുക. സൗത്ത് ഇന്ത്യക്ക് അവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി, സാംസ്കാരികമായിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകാതിരിക്കുക. അതിൻ്റെ പേരിൽ അവർ കുറ്റം കൊള്ളുന്ന അവസ്ഥ മാറ്റിയെടുക്കുക. അവരുടെ മേലെ അശ്വമേധം നടത്തി തങ്ങളുടെ സംസ്കാരത്തിന് കീഴിലുള്ള സാംസ്കാരിക സാമന്തത്വം, സാംസ്കാരിക വിധേയത്വം അത് സൃഷ്ടിച്ചെടുക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശം. അത് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് മാത്രം തുടങ്ങിയതല്ല, ഈ ബീഫിലോ പൊറോട്ടയിലോ മാത്രം തുടങ്ങിയതല്ല. നമുക്ക് ഓർക്കാനൊരു കാര്യമുണ്ട്, ഓണമുണ്ട്. ഇവിടെ കേരളത്തിൽ ഓണമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ഓണമൊന്നുമല്ല, അത് മുസ്ലിങ്ങൾ ആചരിക്കും, ക്രിസ്ത്യൻസ് ആചരിക്കും, എല്ലാവർക്കും ഓണാഘോഷമാണ്. ആചാരം അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങളോ അല്ലെങ്കിൽ എന്തായാലും പറയുക തൃക്കാക്കരപ്പൻ്റെ പ്രതിമ വെച്ചാലുള്ള പൂജ എല്ലാം പറയുന്നത്. നമുക്ക് ഓണക്കാലമല്ലേടെ എന്ന് പറയും മലബാറിലുള്ള ആളുകൾ. അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും തെക്ക് ഭാഗത്തുള്ളവരും പറയും, കൊച്ചി ഭാഗത്തുള്ള എല്ലാവരും പറയും അവർക്കൊരു ഓണത്തിൻ്റെ ആഘോഷമാണ്. അവിടെ ഗവൺമെൻറ് തലത്തിൽ ഓണാഘോഷം നടത്തുന്നു. ആ സാധനം നമ്മളെല്ലാവർക്കും അറിയാം. ആ സമയത്ത് മഹാബലിയുടെ വരവ്, എല്ലായിടത്തും മഹാബലി വരുന്ന വേഷം കെട്ടി വരുന്നത് കാണാൻ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു പാട്ടുണ്ട്, ഓണം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പാട്ട് വന്നു, മാവേലി നാടു
ബാക്കി നിങ്ങൾ പാടിക്കൊള്ളുക. കാരണം നിങ്ങൾ കാണാപ്പാടമാണ്. അതാരും പഠിപ്പിച്ചു തന്നല്ല, സ്കൂളിൽ പഠിച്ചതല്ല, നമ്മുടെ കൾച്ചറിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു പോയൊരു പാട്ടാണത്. ഈ ഒരു സാധനത്തെ ഈ കൾച്ചറിനെ മാറ്റിയിട്ടാണ് ഇവിടെ വാമന ജയന്തി. എത്ര ആൾ അക്സെപ്റ്റ് ചെയ്തു? ഒരു ശശികല ടീച്ചർ മാത്രം അക്സെപ്റ്റ് ചെയ്തു. വേറെ ആരാണ് അക്സെപ്റ്റ് ചെയ്തത്? വാമന ജയന്തി, ഉത്തരേന്ത്യയിലത് വാമന ജയന്തിയാണ്. പക്ഷെ നമുക്കത് അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയൊരു വലിയൊരു കാര്യമാണത്. അതും ആ ഒരു വാമന ജയന്തിയെ സംക്രമിപ്പിക്കാൻ നോക്കിയതിൻ്റെ പുറകിലും ഇതേ രീതിയിലുള്ള അശ്വമേധമാണ് വാസ്തവത്തിലുള്ളത്. ഈ ഉറിയടി ശ്രീകൃഷ്ണ ജയന്തി ദിവസം ശ്രീകൃഷ്ണന്മാർ എല്ലാവരും വന്ന് നമ്മളുടെ ഗുജറാത്തിലേക്ക് പോയ ഒരു കാങ്കറിയ തടാകമുണ്ട്. അവിടെ അത് 2-3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കാങ്കറിയ തടാകം വലിയ വലുപ്പത്തിലുള്ള റൗണ്ടിൽ അവിടെ ഹെലികോപ്റ്ററിലേക്ക് വന്ന ആൾക്കാർ അത് കാണുക. ആ കാങ്കറിയ തടാകത്തിൻ്റെ നടുവിൽ ഉണ്ണികൃഷ്ണ പ്രതിമ വെച്ച് അതിൻ്റെ ചുറ്റും അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഡാൻസ് കളിക്കും. അതിനൊരു താളമുണ്ട്. ആ താളത്തിൽ ഡാൻസ് കളിച്ചില്ല വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് കുണഞ്ഞ് കൂട്ടിയിടിക്കും. അപ്പോൾ അതിനൊരു പരിശീലനം വേണം. അവർ കാങ്കറിയ ഡാൻസിലെ ഗർഭ ഡാൻസ് എന്നാണ് പറയുക. അത് വളരെ വിപുലമാണത്. അത് അവിടുത്തെ കൾച്ചറാണത്. നമുക്കിവിടെ തിരുവാതിരക്കളിയാണത്, കുമ്മിയടിയാണ് അവിടെ. ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഉറിയടി, ഗുരുവായൂരിലെ ശ്രീകൃഷ്ണാഷ്ടമി, ഗുരുവായൂർ ഉരിയടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വർഷവും കാണാം. അത് കാണുമ്പോൾ നല്ല കാര്യം. എന്തായാലും ചീത്തത്വം സംഭവം ഇതാണ്. അതിൻ്റെ പുറകിലുള്ള ഹിഡൻ അജണ്ട, സാംസ്കാരികമായിട്ടുള്ള വിധേയത്വത്തിന് നമ്മളെ പ്രേരിപ്പിക്കുക. അതാണ് സംഭവിക്കുന്നത്. 5-8 വർഷങ്ങളായിട്ട് ഗണേശോത്സവം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഗണേശോത്സവം ഉള്ളതാണോ? ഗണേശൻ്റെ പ്രതിമ വയ്ക്കുന്നു. ഒരു പ്രതിമയ്ക്ക് 10,000, 20,000, 30,000, 40,000, 50,000, 1 ലക്ഷം, 2 ലക്ഷത്തോളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെയുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ പറയും താന ഗണപതി, ഡോംബിവിലി ഗണപതി, ബോറിവിലി ഗണപതി, പൊവൈ ഗണപതി, അൻശക്തി നഗർ ഗണപതി, വലിയ കോടീശ്വരന്മാരുടെ ഗണപതികളുണ്ട് അവിടെ. അതൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഒരു വലിയ തുകയാണ് അവിടെ അതിനു വേണ്ടി ചിലവാകുന്നത്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം പൂജയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അതുകൊണ്ട് സമുദ്രത്തിൽ മുക്കി താഴ്ത്തുന്നു. അതാണ് അതിൻ്റെ ചടങ്ങ്. ഈ സാധനം ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ്, കേരളത്തിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ അത് ആരാ ചെയ്യുന്നത്? സംഘപരിവാർ സംഘങ്ങൾ മാത്രം. വേറെ ആരും ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ നോക്കി കാണുന്നത് എന്താണ്? നോക്കി കാണുന്നത് ഒരു ശവം കൊണ്ട് മുമ്പ് ആൾക്കാർ നോക്കി കാണുമല്ലോ. അല്ലൊരു കല്യാണത്തിൻ്റെ ഘോഷം പോകുമ്പോൾ ആൾക്കാർ നോക്കി കാണും, അല്ലൊരു ജാഥ പോകുമ്പോഴും നോക്കി കാണും. ഇതുപോലെ ഇതേ ഒരു പ്രതിമ കൊണ്ടിരുന്നു, എല്ലാവരും നോക്കി കാണുന്നു. പക്ഷെ അവരുടെ മനസ്സവിടേക്ക് ഇതുവരെ പോയിട്ടില്ല എന്ന് സത്യം. നമ്മൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ, ബോംബെയിൽ പോയാൽ താനേ ഗണപതി എന്നൊക്കെ പറയും, ഭർത്തക് നഗർ ഗണപതി എന്നൊക്കെയും പറയും. അവിടെ മഹാരാഷ്ട്രയിൽ ഗണേശനാണ് വലുത്, യുപിയിൽ പോയി കഴിഞ്ഞാൽ രാമനാണ്, ബംഗാളിൽ പോയാൽ കാളിയാണ്, ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ കൃഷ്ണനാണ്. ഇതെങ്ങനെയാണ്? തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ദൈവം എന്ന് പറയാവുന്നത് പഴനി മുരുകനാണ്, ആണ്ടവനാണ്. അപ്പം ഈ ഒരു കാര്യത്തെ മാറ്റിയെടുക്കരുത്. നമ്മൾ അവിടെ പോയിട്ട് നിങ്ങളൊക്കെ അയ്യപ്പനെ പൂജിച്ചോളണം എന്ന് പറഞ്ഞാലോ? പഴനി ആണ്ടവൻ സുബ്രഹ്മണ്യനെ ഉള്ള പൂജ അവിടെ വളരെ കുറവാണ്. അവിടെ പോയിട്ട് അത് പറഞ്ഞാലോ? ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇവിടുന്ന് മേധാവികളായി പോയിട്ട് നിങ്ങളുടെ കൾച്ചർ മാറ്റണം, നിങ്ങളെല്ലാവരും പൊറോട്ട കഴിച്ചോളണം, ഇഡ്ഡലി ദോശ കഴിച്ചോളണം, നിങ്ങൾ ചപ്പാത്തി കഴിക്കരുത്, ചപ്പാത്തിക്ക് ഞങ്ങൾ 180, ഇപ്പോൾ 18 180 GST ചെലുത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞാലോ? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഈ ദക്ഷിണേന്ത്യക്കാരുടെ തല കാണുമോ? പിന്നെ ഒരു രാഖി കെട്ടൽ, പെങ്ങള് ആങ്ങളുടെ കയ്യിൽ രാഖി കെട്ടി കൊടുക്കൽ. ഇവിടെ ഇപ്പോൾ രസം എന്താ വെച്ചാൽ രാഖി പെങ്ങള് ആങ്ങളുടെ കയ്യിൽ മാത്രമല്ല രാഖി കെട്ടി കൊടുക്കുന്നത്. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പള്ളികളിലും പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ രാഖി കെട്ടി കൊടുക്കുക. ഈ രാഖി കെട്ടി കൊടുക്കുന്നത് ഞങ്ങളുടെ സംരക്ഷണം നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് കൂടി അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ആൾക്കാർ പോയിട്ട് അച്ഛന്മാരുടെ കയ്യിൽ രാഖി കെട്ടി കൊടുത്തു. അച്ഛന്മാർ ഉടനെ തന്നെ കൈ കെട്ടി കൊടുത്തു, രാഖി കെട്ടി അവർ പോയി രാഖി അടിച്ചു കളഞ്ഞു. മുസ്ലിമിനെ കണ്ടപ്പോൾ നമ്മൾക്ക് അപ്പന സഹോദരന്മാരാണ്, അസ്മാദികളാണ്, എല്ലാ വിധത്തിലുള്ള തെമ്മാടിത്തരങ്ങളും കാണിച്ചു വെച്ചതിന് ശേഷമാണ് ഈ രാഖി കെട്ടാൻ വേണ്ടിയിട്ട് അവർ അവിടെ ചെന്നത്. അപ്പോൾ അവരും ആ രാഖി ഓക്കെ, അതിന് അവരും അത് അഴിച്ചു കളഞ്ഞു. ഈ രാഖി രക്ഷാബന്ധൻ സംസ്കാരം അത് ലോപിച്ചു പോയി. കാരണം എന്താ? അതും ഒരു ഹിന്ദുത്വവാദികളുടെ പ്രോഗ്രാമാണ്. അതിൻ്റെ ഉദ്ദേശം ഉത്തരേന്ത്യൻ അവരുടെ അതീശത്വം ഇവിടെ കൊണ്ടുവരിക. ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും അവരുടെ ഈ അതീശത്വം കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇത് മാത്രമല്ല, ഇനി മറ്റൊന്നും കൂടിയുണ്ട്. നമ്മളുടെ ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് അവിടെ സംസ്ഥാനങ്ങളെ തിരിച്ചത് ഭാഷാടിസ്ഥാനത്തിലാണ് തിരിച്ചത്. തമിഴ് ഭാഷ, കർണാടക ഭാഷ, അതുപോലെ തന്നെ മലയാള ഭാഷ, മറാഠി ഭാഷ, പഞ്ചാബി ഭാഷ, ബംഗാൾ ഭാഷ, രാജസ്ഥാനി വേറെയാണ്. ഇങ്ങനെ ആ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ തിരിച്ചു വെച്ചത്.
ഇവിടെ ഭാഷാ വൈവിധ്യം വളരെ വലിയ രൂപത്തിലാണ് ഭാഷാ വൈവിധ്യം ഉള്ളത്. മറാഠി, ഹിന്ദി അത് തന്നെ പലതരമാണ്. ഹിന്ദി പലതരമാണ്. പഞ്ചാബുകാർ പറയുന്ന ഹിന്ദി വേറെ നീട്ടി വലിച്ച്, ഇവർ യു പിക്കാർ പറയുന്നത് വേറെ, രാജസ്ഥാനികൾ പറയുന്നത് വേറെ, തെലുങ്ക്, കന്നഡ, ബംഗാളി ഇതൊക്കെയുണ്ട്, ഒഡീസ ഇതൊക്കെയുണ്ട്, ഗുജറാത്തി ഉണ്ട്. ഇവിടെയാണ് ഇവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. ആ ഒരു പലപ്പോഴായിട്ട് അത് ശ്രമിച്ചിട്ടുണ്ട്. ഈ തീവണ്ടി ആഫീസിലൊക്കെ എഴുതി വയ്ക്കണ കാണാം, ഇംഗ്ലീഷ് അവിടുത്തെ നാട്ടുഭാഷ, പിന്നെ ഹിന്ദി. ഇപ്പോൾ ഹിന്ദി തമിഴ്നാട്ടിൽ പോയി കാണാൻ പറ്റില്ല. അപ്പം തന്നെ അവർ പെയിൻ്റ് അടിക്കും. അവർക്ക് അറിയാം ഇതിൻ്റെ പിന്നാലെ ഒരു വാല് എടുക്കുന്നത് അറിയാം. വാല് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മുമ്പിലുള്ളത്. എന്നിട്ട് വാൽമ പിടിച്ച് വലിച്ചു തന്നിട്ടുണ്ടാവും. നായർ പിടിച്ച പുലിവാലെന്ന് പറയില്ലേ, ഒരു വാല് കെട്ട് പോകുമ്പോൾ പിടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പുലിയാണ് മുമ്പിൽ, പുലിയുടെ വാലാണ് ഇപ്പുറത്ത് എന്ന് പറഞ്ഞ അവസ്ഥയിൽ അവർക്കറിയാം. അതുകൊണ്ട് ആ പുലിവാല് പിടിക്കാൻ അവർ നിന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പൊറോട്ട പ്രശ്നം, ഈ പൊറോട്ട പ്രശ്നം ഈ രീതിയിൽ അംഗീകരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് MP-മാരും ഒക്കെ പോയിട്ടുണ്ടല്ലോ. അവർ ഇതുപോലെ അംഗീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നാലെ വരും. ഇഡ്ഡലിക്ക് 20% GST, ദോശയ്ക്ക് 30% GST, തൈര് സാധനത്തിന്, പുളി സാധനത്തിന്, സാമ്പാർ സാധനത്തിന് ഇതെല്ലാം 25% GST ഇത് വരും. മുണ്ടെടുക്കാൻ പാടില്ലെന്ന് പറയും. സാരി, ദാവണി കനവുകളൊക്കെ വലിയ സംഭവമാണല്ലോ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ. ദാവണി പാടില്ല, മുണ്ട് പാടില്ല, ഇതൊക്കെയും പറയൂ. ഇനി ഇവിടെ ആന്റണി സാറ് അദ്ദേഹം തലയിൽ ചട്ടി തൊപ്പിക്കും വെച്ചിട്ട് പോണ കണ്ടിട്ടില്ലേ? ഒരു ഭംഗിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സൗന്ദര്യ ആസ്വാദകം, ഒരു സൗന്ദര്യം അങ്ങനെ അറിയില്ല. സൗകര്യത്തിന് കിട്ടി തൊപ്പി വെച്ചു എന്ന് മാത്രം. മുണ്ടൊന്നും എടുക്കാതെ പാൻറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ലേ? ആന്റണി സാറെന്ന് പറഞ്ഞാൽ മുണ്ടൊക്കെ എടുത്ത്, അതിനാണ് അതിൻ്റെ ഒരു സുഖം. പക്ഷേ ഇനി അത് നിർബന്ധമാക്കും. ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ പലരും അവരറിയാതെ തന്നെ ആ കൾച്ചർ നമ്മുടെ കേരളത്തിൽ കാണാം. കേരളം ചൂടുള്ള സ്ഥലമാണ്. അവിടെയാണ് കോട്ടിട്ടിരിക്കുന്നത് ഓരോരുത്തർ, മോഡി ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അവരുടെ കൾട്ട് അവിടെ പോയിട്ട് ശരിയാണ്. തമിഴ്നാട് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കെട്ടണം, മൂടി പൊതിച്ചിരിക്കണം. കാരണം തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അവിടെ പോയി നമുക്ക് ഈ കോട്ട് ഉപയോഗിക്കാം. പക്ഷെ എന്തിനാ കേരളത്തിലുള്ള ആളുകൾ അവതാരകന്മാർ കൂടി ഇതിൽ കോട്ടിട്ടിരിക്കുകയാണ്. ചിലർക്ക് അത് യോജിക്കില്ല. എല്ലാം കോരികളായിട്ടുള്ള ആളുകൾ വീട്ടിൽ കോട്ടിട്ടിട്ട് ബ്ലാന്ന് തൂങ്ങി കിടക്കുന്ന കാണാം ആ കോട്ട്. അങ്ങനെ കോട്ടും ടൈയൊക്കെയും കെട്ടിയിട്ടാണ്. പണ്ടുണ്ടായിരുന്നില്ലല്ലോ. പണ്ട് നമ്മളുടെ ഇത് എന്തായാലും പറയുക, ഗവൺമെൻറ് ചാനലുണ്ട്, ദൂരദർശൻ, അതിലുള്ള ആൾക്കാരെ വന്ന് വായിച്ച് പോവുക ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഒരു തരം വൃത്തികേടാണ് ഈ കോട്ട്, ടൈ, 3 പീസ്. എന്തിനാണ് ചെയ്യുന്നത് അറിയില്ല. കേരളീയരാണ്, അവരുടെ മോന്തായത്തിന് യോജിച്ചല്ല 3 പീസ്. നമ്മുടെ ട്രംപൊക്കെ വരുന്ന പോലെയൊക്കെയാണ് ഓരോരുത്തരേക്കും വരുന്നത്. അതെന്തോ ആകട്ടെ. ഇപ്പോൾ നമ്മളറിയാതെ അതിനകത്ത് പണ്ട് VR കൃഷ്ണയ്യർ ജിംഖാന ക്ലബിലെന്ന് തോന്നുന്നുണ്ട്, ബോംബെയിൽ. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ മുണ്ട് ചുറ്റി പോയപ്പോൾ കടത്തില്ലെന്ന് പറഞ്ഞു. വലിയ പ്രശ്നമായി. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ അതിഥി തൊഴിലാളികൾ വന്നു. അവർക്ക് വേണ്ടത്ര ചോറ് കൊടുത്തു, സാമ്പാർ കൊടുത്തു, അവിയൽ കൊടുത്തു, പപ്പടം കൊടുത്തു, അച്ചാർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട. പിന്നെ എന്താ, അവർക്ക് ചപ്പാത്തി വേണം. കാരണം അവരുടെ ശരീരത്തിൽ അതേ പിടിക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ആൾക്കാർക്ക് പൊറോട്ട പിടിക്കും. അവിടെ ചപ്പാത്തി ചിലപ്പോൾ പിടിച്ചു എന്ന് വരില്ല. അവിടെ പോകുന്ന സമയത്ത് അവർക്ക് നമുക്ക് ചോറ് വേണം. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന ഓരോ ആഹാര പദാർത്ഥങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സംഭവം ഇത്ര മാത്രമൊന്നുമല്ല. അതായത് ഉത്തരേന്ത്യക്കാർ എപ്പോഴും ഭരിക്കുന്നവരായിരിക്കും, റൂളേഴ്സ് ആയിരിക്കും. നമ്മളൊക്കെ റൂൾഡ് ആയിരിക്കണം. അവരിങ്ങനെ കൺട്രോളർമാരായിരിക്കണം. നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. അവർ ഭരിക്കുന്നവർ, നമ്മൾ ഭരിക്കപ്പെടുന്നവർ. അതല്ലെങ്കിൽ അവർ ഉടമകൾ, നമ്മൾ അടിമകൾ. അതിങ്ങനെ ആയിരിക്കണം. അത് പല രൂപത്തിലും പല ഭാവത്തിലും അതിൻ്റെ സൂചകങ്ങൾ നമുക്ക് തരികയാണ്. നമ്മളുടെ മേലേക്ക് കയറെറിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും നമ്മൾ തെന്നി മാറുന്നു. എന്തെങ്കിലും അവർ കയറി പിടിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഈ പൊറോട്ടയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ട്രോളന്മാർ പറഞ്ഞ പോലെ ഇനി ഒരു തീരുമാനം എടുക്കാം. ബീഫ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊറോട്ട കഴിക്കാൻ ഞങ്ങളുടെ പട്ടി വരും എന്നാണ് പറഞ്ഞേക്കുക. ഇപ്പം തിരിച്ചു പറയാം, പൊറോട്ട ഇല്ലെങ്കിൽ നിങ്ങളുടെ ബീഫ് കഴിക്കാൻ ഞങ്ങളുടെ പട്ടി വരും എന്ന് പറഞ്ഞാൽ സമാധാനിക്കുക. ഇതേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. വേറെ മാർഗവുമില്ല. ഈശ്വരോ രക്ഷതു. നമസ്കാരം.